ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1171 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മളുടെ സ്ഥിരം സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഫുൾ ബോയ് 10 ആൻഡ് അനു MTZ2715 എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സ് റിസ്വാൻ ബ്രോയും അനുറിൻ ബ്രോയും 40 രൂപ വെച്ച് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഈ സ്നേഹത്തിന് ഒരു വലിയ നന്ദിയുണ്ട് ഗൈസ്. അതേപോലെ തന്നെ ശിവപ്രസാദ് MB 2245 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ ദി സപ്പോർട്ട് ബ്രോ. അടുത്തതായിട്ട് ജോൺ വിക്ക് 7899 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 100 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. വലിയൊരു നന്ദിയുണ്ട് ബ്രോ ഈ സപ്പോർട്ടിന്. ഇതൊക്കെ എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ്. ഇതുകൂടാതെ നമ്മുടെ എല്ലാ വീഡിയോസും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇതുപോലെ തന്നെ മുന്നോട്ടുണ്ടാകണം. ഇപ്പോൾ ഈ 5000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള പോയിന്റ് കഴിഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ അതെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഒരു പൂച്ച ഇപ്പോൾ അതിൻ്റെ ചെവിയുടെ രൂപത്തിലുള്ള ഒരു ഹെഡ് ബാൻഡ് സോറോയുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കവർ ഫോട്ടോ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇപ്പോൾ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഓറസ്റ്റ് കൊട്ടാരമാണ് നമ്മളെ കാണിക്കുന്നത്. ഗബാനാണെങ്കിൽ പറയുന്നുണ്ട്, ഹരാൾഡ് ഈ കൊട്ടാരം വിട്ട് പുറത്തു പോയി ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലുള്ള ഈ ലോകത്തിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് വല്ലാതെ തോന്നുന്നു. എത്ര പരിക്ക് പറ്റിയാലും വീണ്ടും വീണ്ടും അന്ത്യമില്ലാതെ റീജനറേറ്റ് ചെയ്തു വരുന്ന ഹരാൾഡിൻ്റെ ആ ബോഡി, ഈ ഒരു അവസ്ഥയിൽ ഹരാൾഡിനെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചതേ അല്ല. ഇപ്പോൾ ആ ഓറസ്റ്റ് കൊട്ടാരത്തിനുള്ളിലെ ഒരവസ്ഥയും നമ്മളെ കാണിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ സോൾജേഴ്സിൻ്റെയൊക്കെ ശവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ആ ഫൈറ്റിനെല്ലാം ശേഷം ശേഷിക്കുന്ന കുറച്ച് സോൾജേഴ്സിനെയും ഗബാനെയും ജാറുളിനെയും ഷാങ്സിനെയൊക്കെ നമുക്ക് കാണാം. ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഹരാൾഡിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പവർ എൽബാഫിലെ നാഷണൽ ട്രഷറായിട്ടുള്ള ആ ഡെവിൾ ഫ്രൂട്ടിനുണ്ടായിരുന്നു, അല്ലേ ജാറുൾ? ജാറുൾ ഇപ്പോൾ പറയുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ശരിക്കും ലോക്കി ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് തന്നെ എൻ്റെ ഉള്ളംകാലിൽ നിന്ന് പെരുത്ത് കയറുന്നു. ഷാങ്സിന്റെ മൈൻഡിലേക്ക് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് വരികയാണ്. മുൻപൊരിക്കൽ ഷാങ്സിനോട് ഹരാൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ഗോഡ് നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എൽബാഫിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന്. അതേപോലെ തന്നെ മെരി ജോയ്സിൽ വെച്ച് ഗാർലിംഗ് ഷാങ്സിനോട് പറഞ്ഞൊരു കാര്യവും ഷാങ്സ് ചിന്തിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നത്, നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് നീ മടിക്കാതെ പറഞ്ഞോ മോനെ. പാവം, ഇത്രയും നാള് നീ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് താഴെ ആ ലോകത്ത് ജീവിച്ചത്. അവിടെ ജീവിക്കുന്ന സാധാരണക്കാരെ ഒന്നും മനുഷ്യരുടെ ഗണത്തിൽ പോലും കൂട്ടാൻ പറ്റില്ലടാ. നീ ആ താഴത്തെ ലോകത്തെ പറ്റി മറന്നേക്ക്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ആകെ ഒരു ദേഷ്യത്തോടും വിഷമത്തോടും ഒക്കെ കൂടി ഷാങ്സ് സ്വന്തം കയ്യിലെ ആ ഇമുവിൻ്റെ മാർക്കിൽ ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഷാങ്സിന്റെ ഈ അവസ്ഥ കാണുന്ന ഗബാനാണെങ്കിൽ വന്ന് ഷാങ്സിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, ഷാങ്സ് നീ ഒന്ന് അടങ്ങ്, നിർത്ത്. സ്വന്തം ജന്മത്തിനെ ഇങ്ങനെ പഴിക്കുന്നത് അത്ര നല്ല ശീലമല്ല മോനെ. ഇപ്പോൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഷാങ്സ് പറയുന്നുണ്ട്, ഹരാൾഡ് ഇപ്പോൾ മരിക്കേണ്ട ഒരാളെ അല്ലായിരുന്നു, നല്ലൊരു ഹൃദയമുള്ള ആളായിരുന്നു ഹരാൾഡ്. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ കുറച്ചുകൂടി നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് തടയാമായിരുന്നു. ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, അല്ല ഷാങ്സ്, ഇതൊന്നും നിന്റെ തെറ്റല്ല. നിന്റെ ജീവിതത്തിന് ഉറപ്പായിട്ടും ഒരു പർപ്പസ് ഉണ്ട്. ആരുടെ ജീവിതവും വേസ്റ്റ് അല്ല, എല്ലാവരുടെ ജീവിതത്തിനും ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്ക്. ഇപ്പോൾ ലോക്കി അവിടെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഹരാൾഡിന്റെ ആ ശവശരീരത്തിനടുത്തിരുന്നാണ് അവൻ കരയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഫൈനൽ അറ്റാക്കിൽ ഹരാൾഡിന്റെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങൾ മുഴുവനായിട്ട് തകർന്നു പോയിട്ടുണ്ട്. അവിടെ നിന്നും ഒന്നുമില്ല. ലോക്കി ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം രാജ്യത്തെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരാൾക്ക് അവസാനം കിട്ടുന്ന കൂലി ഇതാണല്ലേ? ഇത് വളരെ ക്രൂരമാണ്. ഇപ്പോൾ മെരി ജോയ്സ് ആണ് കാണിക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമുള്ള ഇമുവിൻ്റെ 5 എൽഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്. ഇമു പറയുന്നുണ്ട്, ഈ ലോകത്തിലെ തന്നെ വ്യത്യസ്തമായ ഒരു വംശമാണ് ഏൻഷ്യൻ്റ് ജയൻസ്. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ ഒരു വാരിയറിനെയാണ് ഞാൻ കുറച്ചുകൂടി പവറും അതേപോലെ തന്നെ ഒരു ഇമ്മോർട്ടൽ ബോഡിയും കൊടുത്ത് ഒരു മോൺസ്റ്റർ ആക്കി മാറ്റിയത്. അങ്ങനെയുള്ള അവനെ ആരോ കൊന്നെന്നോ? അതാരെ കൊണ്ട് ചെയ്യാൻ പറ്റും? അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളത് എന്തായിരിക്കും എൽബാഫിൽ ഉണ്ടാവുക? മാർസ് ഇപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് അന്വേഷിക്കാനായിട്ട് ആരെങ്കിലും വിടാം. എന്തായാലും ഹരാൾഡ് അവിടെ ഉണ്ടാക്കിയ അബൈസ് മാർക്ക് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഇമു ഇപ്പോൾ പറയുന്നുണ്ട്, മതി, തൽക്കാലം അന്വേഷണമൊന്നും വേണ്ട. അങ്ങോട്ടേക്ക് വിട്ടാൽ വീണ്ടും കൂടുതൽ ഗോഡ് നൈറ്റ്സിന്റെ ജീവൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഇമു ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗോഡ് നൈറ്റ്സിന്റെ കയ്യിൽ ഇമു കൊടുക്കുന്ന ആ മാർക്കുണ്ടല്ലോ, അവരുമായിട്ട് ഉണ്ടാക്കുന്ന ആ കോൺട്രാക്റ്റ്, അതിനെന്തോ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇമു പറയുന്നത്. സോ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഗോഡ് നൈറ്റ് മരണപ്പെടുകയാണെങ്കിൽ അത് ഇമുവിനെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് തോന്നുന്നത്.
ഇമു ഇപ്പോൾ വീണ്ടും ഈ ഹെറാൾഡിന്റെ മാറ്ററിലേക്ക് വരുന്നുണ്ട്. അതായത് മനുഷ്യരുമായിട്ട് ഒത്തുപോകണം എന്നായിരുന്നു ഹെറാൾഡ് ആഗ്രഹിച്ചിരുന്നത്. എല്ലാ വംശത്തിലും കൾച്ചറിലും ഒക്കെ പെട്ട ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കാൻ. പക്ഷെ ജയൻസിന്റെ ആ ഒരു കൾച്ചർ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിലക്കപ്പെട്ട കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് അവരുടെ ആ ഒരു നേച്ചർ വളരെ വ്യത്യസ്തമാണ്. അവർ വാരിയേഴ്സിന്റെ ക്ലാനാണ്. സമാധാനത്തിന് പകരം യുദ്ധം മാത്രം ആഗ്രഹിക്കുന്ന യുദ്ധക്കൊതിയന്മാരുടെ ക്ലാൻ. അങ്ങനെയുള്ളവന്മാരെ ഒരു നോട്ടവും ഇല്ലാതെ നമ്മൾ ഈ വേൾഡ് ഗവൺമെന്റിനോട് അഫിലിയേറ്റ് ചെയ്താൽ നമ്മളുടെ തകർച്ച അവിടെ തുടങ്ങും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എൽബാഫിന്റെ രാജാവ് തന്നെ നമ്മളുടെ കോൺട്രാക്റ്റിന് വഴങ്ങി നമ്മുടെ കൂടെ നിന്നത്. ശരിക്കും നമുക്ക് സുഖമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരാളായിരുന്നു ഹെറാൾഡ്. അയാളെ പോലെയൊക്കെ ചിന്തിക്കുന്ന രാജാവ് എൽബാഫിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാനേ വഴിയില്ല. എൽബാഫിനെ പറ്റി ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കള്ളമായിരുന്നില്ല. എൽബാഫിലെ ആൾക്കാരുമായിട്ട് നമുക്കൊരിക്കലും ഒത്തൊരുമിച്ച് ഇടപഴകി ജീവിക്കാൻ കഴിയില്ല. മറന്നു പോകരുത്, എൽബാഫും ഡി തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ ഇമുവിൻ്റെ വലിയൊരു ഡയലോഗായിരുന്നു അത്. അപ്പോൾ എൽബാഫും ഡി ക്ലാൻ തന്നെയാണെന്നാണ് ഇമു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ വീണ്ടും ഓറസ്റ്റ് കൊട്ടാരം കാണിക്കുകയാണ്. ജാറിലാണെങ്കിൽ പറയുന്നുണ്ട്, ലോക്കി ഈ സംഭവം പുറത്തറിയുമ്പോൾ രാജ്യത്ത് കുറേ പ്രശ്നങ്ങളും ബഹളങ്ങളും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലോക്കി ഇപ്പോൾ ഇവിടുന്ന് സർവൈവ് ചെയ്ത സോൾജേഴ്സിനെയും കൂട്ടി കടലിലേക്ക് പോകാൻ പോവുകയാണെന്ന് ജാറുലിനോട് പറയുന്നു. ജാറുൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഹെറാൾഡിന്റെ ആഗ്രഹമോ? അതായത് ഹെറാൾഡ് മുൻപ് ഇവരോട് പറഞ്ഞിരുന്നല്ലോ ഈ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങൾ അതേപടി ഇവിടുത്തെ ജനങ്ങളോട് പറയണമെന്ന്. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും നമുക്കത് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ഇന്ന് ഈ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങൾ അതാരും പുറത്തൊരൊറ്റ കുഞ്ഞിനോട് പറഞ്ഞു പോകരുത്. എടാ, അങ്ങനെ ചെയ്താൽ നിന്നെ ആയിരിക്കും ജനങ്ങളെല്ലാം പ്രതിസ്ഥാനത്ത് കാണുക. അത് നിനക്കറിയാൻ പാടില്ല എന്ന് ഇപ്പോൾ ജാറിൽ ലോക്കിയോട് ചോദിക്കുന്നു. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, അതെനിക്ക് പുത്തരിയൊന്നും അല്ലല്ലോ. അല്ലാതെ അച്ഛൻ പറഞ്ഞതുപോലെ എൽബാഫിന്റെ അടുത്ത രാജാവായി അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ പവർ വെച്ചിട്ട് എനിക്ക് അച്ഛൻ്റെ ആദർശങ്ങൾ നിറവേറ്റാൻ കഴിയും എൻ്റേതായ ഒരു രീതിയിൽ. സോ ഇവിടെ നിന്നും മരിച്ചു വീണ എൻ്റെ അച്ഛനും ബാക്കിയുള്ള സോൾജേഴ്സിനും വേണ്ടിയുള്ള കണക്ക് അത് ഞാൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കി ഇപ്പോൾ അവിടുന്ന് സർവൈവ് ചെയ്ത സോൾജേഴ്സിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. ജാറിൽ ഇപ്പോൾ ലോക്കിയോട് വിളിച്ചു പറയുന്നുണ്ട്, ലോക്കി നീ വെറുതെ മണ്ടത്തരം കാണിക്കരുത്. വേൾഡ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗനൈസേഷനാണ്. അവരോട് റിവഞ്ച് എടുക്കുക എന്ന് പറയുന്നത് നീ ചിന്തിക്കുന്നത് പോലെ അത്ര ഈസി അല്ല. ഇപ്പോൾ ഷാങ്സും ഗബാനും ഇങ്ങനെ ലോക്കിയെ നോക്കുന്നുണ്ട്. സോ അപ്പോൾ അതായിരിക്കണം റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് കടലിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ലോക്കിയെ ഷാങ്സ് പിന്നീട് പിടിച്ചു കെട്ടി എൽബാഫി കൊണ്ടിട്ടതായിരിക്കാം. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ജനങ്ങൾ ഈ ഓറസ്റ്റ് കൊട്ടാരത്തിൽ നടന്ന ഇൻസിഡന്റ് അറിയുന്നു. അതായത് കൊട്ടാരം ആരോ അറ്റാക്ക് ചെയ്തു, ഹെറാൾഡ് മരണപ്പെട്ടു എന്നൊക്കെ. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ 7 മാസത്തിന് ശേഷം ആ ഫ്ലാഷ് ബാക്ക് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പോൾ ഇത്രയും കഥ നറേറ്റ് ചെയ്ത ലോക്കി പറയുന്നുണ്ട്, അങ്ങനെ ഞാനന്ന് കടലിലേക്ക് ഇറങ്ങി തിരിച്ചു. ഹാജറുദ്ദീനെ, നീ തിരിച്ചു വന്നപ്പോഴേക്കും ഞാനാണ് നമ്മുടെ അച്ഛനെ കൊന്നതെന്നുള്ള കഥ ഈ എൽബാഫിൽ എല്ലാവരും പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നിരിക്കണം. ഞാൻ ഒരുപാട് കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ മരിച്ചു എന്ന് ഓർത്ത് സന്തോഷിക്കുന്ന അത്ര ദുഷിച്ച മനസ്സുള്ള ഒരുത്തനൊന്നും അല്ല ഞാൻ. എനിക്ക് പുള്ളിയുടെ അങ്ങനെയുള്ള ഒരു മരണം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അച്ഛൻ്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും എല്ലാം വെറുതെ ആയിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ തഴയുന്നത് കാണാൻ എനിക്കെന്തോ മനസ്സില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? സത്യങ്ങളെല്ലാം ഈ രാജ്യത്തോട് തുറന്നു പറയണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലോക്കി ഇപ്പോൾ ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. ഹാജറുദ്ദീൻ ആണെങ്കിലും ഇങ്ങനെ പറയാൻ വാക്കുകളൊന്നും ഇല്ലാതെ നിൽക്കുന്നു. ഗബാനാണെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ട്, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഹാജറുദ്ദീൻ. ലോക്കി ഇപ്പോൾ ഹാജറുദ്ദീനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പം മനസ്സിലായോ? എനിക്ക് ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇതെല്ലാം കേട്ട് ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുന്ന ലൂഫിയെ നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ 7 മാസത്തിന് ശേഷം ലൂഫി വീണ്ടും മാങ്കയിൽ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ലൂഫി ഒരാളുടെ ബാക്ക് സ്റ്റോറി മുഴുവനായിട്ടിരുന്ന് കേൾക്കുന്നത്. ഹാജറുദ്ദീൻ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. അപ്പോൾ ഇതുകൊണ്ടാണ് ജാറുൽ സമ നിർബന്ധിച്ച് നിന്റെ വധശിക്ഷ തടഞ്ഞു വെച്ചതും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും. അതേപോലെ വേൾഡ് ഗവൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അച്ഛൻ മരണം സ്വയം തിരഞ്ഞെടുത്തതാണ്. അതിനർത്ഥം നമ്മുടെ എൽബാഫിന്റെ യഥാർത്ഥ ശത്രു അന്നു മുതൽ ഇന്നു വരെ വേൾഡ് ഗവൺമെന്റ് ആണ്. അവരെന്നാലും എന്ത് തരം ട്രിക്കായിരിക്കും അച്ഛൻ മേൽ പ്രയോഗിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇപ്പോൾ ഹാജറുദ്ദീൻ ചോദിക്കുന്നു. ഇപ്പോൾ ഗബാനാണ് പറയുന്നത്, അതായത് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഗോഡ് നൈറ്റ്സിന് ഹെറാൾഡിന്റെ ആ ഇൻസിഡന്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ ഹെറാൾഡിന് ഹോളി ലാൻഡിൽ വെച്ച് എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ പറ്റി ലോക്കിക്ക് കാര്യമായിട്ടുള്ള അറിവില്ല. ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഷാങ്സ് ഗബാനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഈ ഫ്ലാഷ് ബാക്കിൽ കണ്ടതാണല്ലോ. ഹാജറുദ്ദീൻ ഇപ്പോൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല യാസാൻ, എക്സ്പ്ലെയിൻ ചെയ്യണ്ട. സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ലോക്കി, അച്ഛൻ്റെ ആഗ്രഹങ്ങളെപ്പറ്റി നിനക്ക് തോന്നിയ അതേ ഫീലിങ്സ് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്നോട് ക്ഷമിക്ക്, ഈ കാര്യത്തിൽ നിന്നെ തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. ഇപ്പോൾ വാ, ഞങ്ങളോടൊപ്പം ഒന്ന് ഫൈറ്റ് ചെയ്യ് നമ്മുടെ എൽബാഫിന് വേണ്ടി. ഇപ്പോൾ ന്യൂ ജയന്റ് വാരിയർ പൈറേറ്റ്സിലെ എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോറോയെ സാഞ്ചിയൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്.
സോ ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഹാജറുദ്ദീൻ ലോക്കിയുടെ വിലം കഴിച്ചു വിടുകയാണ്. അതെന്തായാലും ഒരു കിടിലൻ സീൻ തന്നെയായിരുന്നു. ഇപ്പോൾ ലോക്കി അങ്ങനെ ഫ്രീ ആയിട്ട് തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ ലൂഫിക്ക് ആകെ സന്തോഷമായിട്ടുണ്ട്. ലൂഫി പറയുന്നുണ്ട്, കോൾ അടിച്ചല്ലോ ലോക്കി, വാ ഇനി നമുക്ക് പോയി ഫൈറ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ എന്തോ വലിയ മുരൾച്ച കേട്ടിട്ട് ലോക്കി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇപ്പോൾ എന്തോ ഒരു സാധനം പതോന്ന് പറഞ്ഞ് അണ്ടർവേൾഡിലേക്ക് വന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അതാ കില്ലിംഗ്ഹാം ഉണ്ടാക്കിയ ജയന്റ് ഡ്രൗഗർ മോൺസ്റ്റർ ആണ്, ആ സോംബി. ഹാജറുദ്ദീൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ പണ്ടാരം ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഇത് ഡ്രൗഗർ അല്ലേ? ഇതൊക്കെ കെട്ടുകഥകളിലുള്ള ജീവികളാണല്ലോ. ചോപ്പർ ഇപ്പോൾ പറയുന്നുണ്ട്, ഇതാ മുകളിലുള്ള മോൺസ്റ്റേഴ്സിൽ ഒരെണ്ണമാണ്, ഇത്രയും കുറേ മോൺസ്റ്റേഴ്സ് മുകളിലുണ്ട്, ഇവരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, ആഹാ എനിക്ക് നല്ല കിടിലൻ വാമപ്പിനുള്ള ഐറ്റം കിട്ടി, നിങ്ങൾ സൺഡർലമിലേക്ക് വിട്ടോ ഗൈസ്, ഞാൻ പറന്നങ്ങ് എത്തിക്കോളാം. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ആ ഡ്രൗഗറിനെ കണ്ടിട്ട് ഇതെന്ത് ജീവി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജയന്റ് വാരിയർ പൈറേറ്റ്സ് എല്ലാം ആ ബോട്ട് എലിവേറ്ററിൽ കയറി സൺഡർലമിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഹാജറുദ്ദീനും ഇപ്പോൾ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നു. ഇപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഹാജറുദ്ദീൻ്റെ ക്രൂ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഹേ ലോക്കി, സ്വന്തം അപ്പനെ കൊന്ന വെറും ഒരു നാറിയാണ് നീ എന്ന് തെറ്റിദ്ധരിച്ചതിന് സോറി. ഹാജറുദ്ദീൻ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രമേ ക്ഷമയുള്ളൂ, നീ ചെയ്ത ബാക്കി കുറ്റങ്ങളൊന്നും ഞങ്ങൾ ക്ഷമിച്ചിട്ടില്ല. ലോക്കിയാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, ഒന്ന് നിർത്തിയിട്ട് പോയിനടാ എല്ലാം, എനിക്ക് നിന്റെ ഒന്നും നല്ല വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇപ്പോൾ ആ ചങ്ങലയിൽ നിന്നൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ലോക്കി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഈ ഫീലിംഗ് കിടിലമാണ്, എനിക്കങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. ലൂഫി ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഗബാൻ ആണെങ്കിൽ മുകളിലെ കോളോണിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. പുള്ളി അനങ്ങരുതെന്നാണല്ലോ ചോപ്പർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സോറി ഡോക്ടർ, നിങ്ങൾ എൻ്റെ ഹെൽത്തിനെ കരുതിയാണ് ഈ പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്കിവിടെ അടങ്ങിയിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗബാനും സൺഡർലമിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ സാഞ്ചി ഗബാനെയും കൈ പിടിച്ച് ചോപ്പറിനെയും തോളത്തിരുത്തി സ്കൈവാക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ചോപ്പർ ഇപ്പോൾ സാഞ്ചിയോട് പറയുന്നുണ്ട്, സാഞ്ചി പുള്ളിയെ അനക്കാതെ കൊണ്ടുപോകണേന്ന്. ലോക്കി ഇപ്പോൾ നോക്കുമ്പോൾ ഉണ്ടടാ, ലോക്കിയുടെ ഷോൾഡറിൽ ലൂഫി ഇരിക്കുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുക, അവരുടെ കൂടെ പോകുന്നില്ല എന്നിപ്പോൾ ലോക്കി ചോദിക്കുന്നു. ലൂഫി ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, നിന്റെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന്. ലോക്കി ഇപ്പോൾ ഉടനെ എങ്കിൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് റാഗ്നറും കയ്യിലെടുത്തുകൊണ്ട് ആ ഡ്രൗഗറിന് നേരെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. പോകുമ്പോൾ ഇപ്പോൾ ലോക്കി പറയുന്നുണ്ട്, റാഗ്നറെ നിന്റെ പവർ എന്താണെന്ന് അവനൊന്ന് കാണിച്ചു കൊടുക്കടാ. റാഗ്നർ ഇപ്പോൾ ആ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡ്രൗഗർ ഇപ്പോൾ ഇങ്ങനെ നേരെ വരുന്നു. ലോക്കി ആ റാഗ്നർ വെച്ചിട്ട് അതിനെ ഒരൊറ്റ കീറ്. നിഫൽഹെയിം എന്നും പറഞ്ഞൊരു നെയിംഡ് അറ്റാക്കാണ് ഇപ്പോൾ ലോക്കി ചെയ്തിരിക്കുന്നത്. ആ ഡ്രൗഗർ ആണെങ്കിൽ ഇപ്പോൾ ഐസ് ആയി പോയിട്ടുണ്ട്. നിഫൽഹെയിം എന്താണെന്നുള്ളത് ഈ ചാപ്റ്ററിന്റെ സ്പോയിലർ വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ലൂഫി ഇപ്പോൾ ഈ ലോക്കിയുടെ പവർ കണ്ടിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നിടത്താണ് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ അപ്പോൾ കിടിലിനൊരു ചാപ്റ്റർ ആയിരുന്നു. വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും ബ്രേക്കാണ്. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.